ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഇന്നലെ ചെയ്ത ന്യൂസ് വീഡിയോയുടെ ടൈറ്റിൽ അതിൻ്റെ തലനാമം ഇങ്ങനെയായിരുന്നു. ഹെഡിങ്: രഞ്ജിത്തും സിദ്ദിഖും പദവികൾ ഒഴിയേണ്ടി വരും. രഞ്ജിത്തും സിദ്ദിഖും പദവികൾ ഒഴിയേണ്ടി വരും. WCC നിലപാട് നിർണായകം. സർക്കാർ ഇടപെടൽ ഉണ്ടാകും. ഞങ്ങൾ ഇന്നലെ ഈ ന്യൂസ് വീഡിയോ ചെയ്ത് നമ്മുടെ പ്രേക്ഷകർ കണ്ടു കാണും. 24 മണിക്കൂർ എടുത്തില്ല, അതിനകം തന്നെ പറഞ്ഞതൊക്കെ സംഭവിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചു രാവിലെ. അതിനു മുന്നേ തന്നെ നടൻ സിദ്ദിഖ് അടുത്ത കാലത്ത് കിട്ടിയ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ഇനി പലതും വരാനുണ്ട്. ഞങ്ങൾ ഇന്നലെ മുന്നറിയിപ്പ് തന്നതാണ്. ഇവർ രാജിവെക്കേണ്ടി വരുമെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇന്നലെ ആ ന്യൂസ് വീഡിയോ ചെയ്തത്. അതിന് 24 മണിക്കൂർ പോലും എടുത്തില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേപടി സംഭവിച്ചു. ഇനി കുറ്റാരോപിതർ കുറ്റം ചെയ്തില്ല എന്ന് തെളിയിച്ചിട്ട് അവർ തിരിച്ച് ഈ പദവിയിലേക്ക് വരട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കൊടുങ്കാറ്റുണ്ടാക്കി എന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ആ വാചകം മലയാള സിനിമാ ലോകത്തെ വല്ലാണ്ട് കുഴയ്ക്കുന്ന ഒരു റിപ്പോർട്ടായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ അതിൽ മറ്റ് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖ് രാജിവെച്ചു. അമ്മയുടെ പ്രസിഡന്റ് സാക്ഷാൽ മോഹൻലാലാണ്. മോഹൻലാൽ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളൊന്നുമല്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പം അദ്ദേഹം ഇനി എന്താണ് പറയാൻ പോവുക എന്ന് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ മോഹൻലാൽ എന്തുകൊണ്ട് ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഷമ്മി തിലകൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സാക്ഷാൽ മഹാനടൻ തിലകൻ്റെ മകനായ നടൻ ഷമ്മി പറഞ്ഞത് മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്നാണ്. ഈ ചില ശേഷികൾ നഷ്ടപ്പെടുന്നത് ഒരു പ്രശ്നമാണ്. നമുക്ക് മനസ്സായാലും ശരീരമായാലും അറിയാമല്ലോ. അപ്പം ആ പ്രതികരണശേഷി മോഹൻലാലിന് നഷ്ടപ്പെട്ടു എന്നാണ് ഷമ്മി തിലകന പറയുന്നത്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ, ഒരു മഹാനടൻ്റെ മകൻ കൂടിയായ ഷമ്മി തിലകൻ പറയും. പിന്നെ പവർ ഗ്രൂപ്പ് സിനിമയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ മറ്റൊരർത്ഥത്തിൽ മാഫിയ എന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പ് സിനിമയിലുണ്ട് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, അത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തന്നെയാണ്. അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന പ്രയോഗമാണത്. ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നു. അവർക്കെതിരെ സംസാരിക്കുന്നവരെ സിനിമയിൽ നിന്നും വിലക്കുന്നു, അവരോട് മോശമായിട്ട് പെരുമാറുന്നു. അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് വളരെ സജീവമാണ്. ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് പറയുന്നത്. അല്ലാതെ പുറത്താരും ഞങ്ങളാരും വിളിച്ച് പറയുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നടീനടന്മാർ വിളിച്ച് പറയുന്ന കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കൊടുത്ത ന്യൂസ് വീഡിയോയുടെ അതെല്ലാം ഇന്ന് 24 മണിക്കൂറിന് മുമ്പ് തന്നെ, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ, രാത്രി കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ തന്നെ രാജികൾ 2 കഴിഞ്ഞു. ഈ രാജികൾ ഇവിടെ നിൽക്കൂല. ഇനിയും ഇത്തരം ചില വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും. കാരണം ഈ മലയാള സിനിമാ ലോകം മാത്രമല്ല ഇങ്ങനെ ആയിരിക്കുന്നത്. ഇന്ത്യയിലെ പല സിനിമാ ലോകവും നമുക്ക് ഊഹിക്കാം. ബോളിവുഡിലും കോളിവുഡിലും അതേപോലെ മറ്റ് തെലുങ്ക് സിനിമയിലും കന്നഡ സിനിമയിലും ഒക്കെ ഇത്തരം പല സംഭവങ്ങളുണ്ട്. പക്ഷേ അവിടെയൊന്നും കേരള സർക്കാർ ചെയ്തതുപോലെ ഒരു നിയമ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം തമിഴ് സിനിമ എടുത്താൽ പോലും തമിഴ് സിനിമയിൽ നിന്ന് ചില കമൻറ്റുകൾ നടിമാരുടെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. തമിഴ് സിനിമയിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളം എപ്പോഴും ഒരു മാതൃകയാണ്. ഏത് തൊഴിൽ രംഗമായാലും, ഇപ്പം സിനിമാ ലോകമായാലും, മലയാള സിനിമാ ലോകമായാലും, മലയാള മാധ്യമ രംഗമായാലും, മലയാള നിർമ്മാണ തൊഴിലാളി മേഖലയായാലും, മലയാള വിദ്യാഭ്യാസ മേഖലയായാലും, ഏത് മേഖലയിലും തൊഴിൽ ഇടങ്ങളിൽ സ്ത്രീകളെ പീഡിപ്പിക്കുക,
അല്ലെങ്കിൽ ലിംഗനീതി ഉറപ്പാക്കാതെ ജെൻഡർ ഇൻഇക്വാളിറ്റി കാണിക്കുക, ലിംഗ വിവേചനം കാണിക്കുക, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടപെടുന്ന ഒരു സർക്കാർ ഉണ്ടാവണം. അങ്ങനെ ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാധ്യമ ചർച്ചകളിൽ മാധ്യമ കേസരികൾ കോട്ടിട്ട് വന്നിട്ട് പറയുന്നതാണ് സർക്കാർ 3-4 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു, അത് പൂഴ്ത്തിവെച്ചിട്ടില്ല, അത് പുറത്തുവിടരുതെന്ന് പറയുന്നത് ആരൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വ്യക്തമാക്കിയത്. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. ആയിരക്കണക്കിന് ആൾക്കാർ പണിയെടുക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് മലയാള സിനിമാ ലോകം, അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രി, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണത്. അതേപോലെ മാധ്യമരംഗത്തും മറ്റു തൊഴിൽ മേഖലയിലും ഇവിടെ എവിടൊക്കെ പ്രശ്നമുണ്ടായാലും ഇടപെടാൻ ഒരു ഭരണകൂടമുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന. അത് പുറത്തുവിടാൻ കോടതി അനുവദിച്ചു, വിവരാവകാശ കമ്മീഷൻ അനുവദിച്ചു, അത് പുറത്തുവിട്ടു, ചർച്ചയാവുന്നു, രാജികൾ ഒന്നിനു പിന്നാലെ വരുന്നു. ഇതൊരു കറക്റ്റീവ് ഫോഴ്സാണ്, അത് മുന്നോട്ട് പോകും. അപ്പം ഇക്കാര്യത്തിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാകുകയാണ്. എന്നിട്ട് ഇപ്പോഴും പ്രൈവസി ഉള്ള പേജുകൾ, ഇത്രയും പേജുകൾ, 35-ലധികം പേജുകൾ, പേരെടുത്ത് പറയുന്ന പേജുകൾ മാറ്റി വെച്ചിട്ടാണ് ഇപ്പം ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കി ഉള്ള പേജുകൾ കൂടി പുറത്തു വന്നാൽ ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ ഒരു വലിയ അഗ്നിപർവ്വതം പൊട്ടുന്ന അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങളും. അതുകൊണ്ട് പരാതികൾ പറയാൻ ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നവരെ WCC വിമൻ കളക്റ്റീവ് ഇൻ സിനിമ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം അമ്മയുടെ നിലപാട്, അമ്മയുടെ വൈസ് പ്രസിഡന്റ് നടൻ ജഗദീഷ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ അസന്നിഗ്ധമായിട്ട്, വളരെ ക്ലിയറായിട്ട് ജഗദീഷ് പറഞ്ഞിരിക്കുന്നു, അമ്മയുടെ നിലപാട് ഇതാണ്, ഈ നടന്നതിനെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, ആ റിപ്പോർട്ടാണ്, അത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലെ കാര്യങ്ങളെപ്പറ്റി അന്വേഷണം ഉണ്ടാവണം, നടപടി ഉണ്ടാവണം. അമ്മയുടെ നിലപാട് ഇരകൾക്കൊപ്പമാണ്, നടപടികൾ ഉണ്ടാവണം, സർക്കാർ നടപടി എടുക്കണം എന്നാണ് നടൻ ജഗദീഷ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷേ അമ്മയുടെ പ്രസിഡന്റ് നടൻ മോഹൻലാൽ അറിയാതെ ജഗദീഷ് അങ്ങനെ പറയുന്നു. ഒരുപക്ഷെ അവർ കൂടി ആലോചിച്ചിട്ടുണ്ടാവാം, ഈ വിഷയങ്ങൾ അവർ സംസാരിക്കുമല്ലോ. അപ്പോൾ അമ്മയുടെ ഒരു ഷോ ഉള്ളത് കൊണ്ട് റിപ്പോർട്ട് എല്ലാവർക്കും നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾ വൈകി പ്രതികരിക്കാൻ, അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നടൻ ജഗദീഷ് മാധ്യമങ്ങളെ ഇന്ന് കണ്ടത്. ഞങ്ങൾ ഈ റിപ്പോർട്ട് പഠിക്കാൻ വൈകിപ്പോയി, അത് ഞങ്ങളുടെ തെറ്റാണ്. പക്ഷെ അത് ഞങ്ങൾ സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വന്ന് ഒരു അമ്മയുടെ ഒരു ഷോയിൽ പങ്കെടുക്കേണ്ടി വന്നു, താരങ്ങളെല്ലാം. അപ്പോൾ ആർക്കും റിപ്പോർട്ട് കാണാൻ പറ്റിയില്ല, അത് പഠിച്ച് പറയാനുള്ള അവസരം കിട്ടിയില്ല, ഭാരവാഹികൾക്ക് ഉൾപ്പെടെ. പക്ഷേ അതൊരു ന്യായീകരണമല്ല, അതൊരു ഒഴിവഴിവുമല്ല. ഇത് നോക്കേണ്ടതായിരുന്നു, സമയം കിട്ടാതെ പോയി, അതിന് ക്ഷമിക്കുക. ഞങ്ങളത് പിന്നീട് നോക്കി പഠിച്ചു. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്യേണ്ടതാണ്, നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് നടൻ ജഗദീഷ്, അമ്മയുടെ വൈസ് പ്രസിഡന്റ്, ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് സിദ്ദിഖ് ഓൾറെഡി അതിനു മുമ്പ് രാജിവെച്ചത്. ഇനി മോഹൻലാൽ എന്ത് പറയുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അമ്മയുടെ പ്രസിഡന്റ് വെറും മോഹൻലാൽ അല്ല, നടൻ മോഹൻലാൽ അല്ല, അദ്ദേഹം മഹാനടനാണ്. പക്ഷെ അദ്ദേഹം താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ്. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി, ജഗദീഷ് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന, അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളാണ് നടൻ മോഹൻലാൽ. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ പറ്റൂല. അതാണ് ഷമി തിലകൻ ചൂണ്ടിക്കാട്ടിയത്. പ്രതികരണശേഷി നഷ്ടപ്പെടാൻ പാടില്ല, പ്രതികരിച്ചേ മതിയാവൂ, കൃത്യമായിട്ട് നിലപാടുകൾ പറയണം. അപ്പോൾ ഇന്ന് വൈസ് പ്രസിഡന്റ് ജഗദീഷ് പറഞ്ഞ നിലപാടുകളോട് പ്രസിഡന്റ് മോഹൻലാൽ യോജിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് ചോദിക്കുന്ന ചോദ്യം. അതാണ് ഞങ്ങൾ ഇന്നലെ ചെയ്ത ന്യൂസ് വീഡിയോ മണിക്കൂറുകൾക്കകം യാഥാർത്ഥ്യമായി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറയുന്നു, ജഗദീഷ് പറഞ്ഞതിനും അപ്പുറം ഈ വിഷയത്തിൽ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിൻ്റെ പ്രതികരണം എന്തെങ്കിലും വൈകാതെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മോഹൻലാലിൽ നിന്നും അങ്ങനെ വളരെ മാന്യമായ ഒരു നിലപാട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.